തമിഴ്നാട്ടിൽ മൂന്നാമതൊരു പൊളിറ്റിക്കൽ ആശയം വന്നപ്പോൾ 62 വരെ ഭരിച്ച കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതാവുകയും DMK ADMK ശക്തിപ്പെടുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലുള്ള സമയത്ത് സംസ്ഥാന ഭരണവും ഏതാണ്ട് 40 സീറ്റിൽ 31 സീറ്റും അവിടുന്ന് കോൺഗ്രസ്. അത് ഇവരുടെ ഭാഗത്തുള്ള ജഗ്മോഹൻ റെഡ്ഡിനെ അന്ന് കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. അതായത് മൂന്നാമതൊരു പൊളിറ്റിക്കൽ ആശയം. അതേസമയം ഗുജറാത്തിൽ മൂന്നാമതൊരു പൊളിറ്റിക്കൽ ആശയം ഇല്ല. അതെ, ഗുജറാത്തിൽ മൂന്നാമത്. ആം ആദ്മി ശ്രമിക്കുന്നുണ്ട്. ആം ആദ്മിക്ക് പക്ഷേ ഇടയ്ക്ക് പറ്റിയ പരാജയം കൊണ്ട് ഹരിയാനയിൽ ആം ആദ്മി കയറി വന്നു, പഞ്ചാബിൽ ആം ആദ്മി അധികാരത്തിൽ വന്നു. ഇവിടെ പൊളിഞ്ഞത് കോൺഗ്രസ്, അകാലിദൾ പൊളിഞ്ഞിട്ടില്ല. രാജസ്ഥാനിൽ മൂന്നാമതൊരു ആശയം സ്ട്രോങ് ആയിട്ട് വരുന്നില്ല, വന്നാൽ അവിടെയും പൊളി. മധ്യപ്രദേശിൽ വന്നിട്ടില്ല, വന്നാൽ അവിടെ. ഒഡീഷയിൽ ഉണ്ട്, പക്ഷേ എന്താ കോൺഗ്രസ് അല്ല, തിരിച്ചു വരുന്നത് BJP ആണ്. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മൂന്നാമതൊരു പൊളിറ്റിക്കൽ ആശയം കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ പോകുന്നെങ്കിൽ, മൂന്നെന്ന് ഞാൻ പറയുന്നില്ല, ഇതുവരെ ഇവിടെ ഉള്ള സിസ്റ്റത്തിൽ നിന്ന് പുതിയൊരു പൊളിറ്റിക്കൽ ആശയം വന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നെങ്കിൽ അത് 2020 ആയിരിക്കും.